പ്രതിപക്ഷത്തിന്റെ പടത്തലവനിൽ നിന്ന് കേരളത്തിന്റെ നായക പദവിയിലേക്ക് വി.ഡി. സതീശൻ മാറിയാണ്. ചടുലമായിട്ടുള്ള വാക്കുകൾ കൊണ്ടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കൊണ്ടും നിയമസഭയെ വിറപ്പിച്ച ജനനായകൻ ഇനി ഭരണചക്രമേന്തുകയാണ്. കടുത്ത പോരാട്ടങ്ങൾക്കൊടുവിൽ യു.ഡി.എഫിനെ അധികാരത്തിലേക്ക് നയിച്ച ജനപ്രിയ നേതാവ് വി.ഡി. സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ മണിക്കൂറുകൾ മാത്രമാണ് ഇനിയുള്ളത്. അഴിമതിക്കെതിരെയുള്ള പോരാട്ട വീര്യവും ഭരണരംഗത്തെ ദീർഘനാളത്തെ പരിചയസമ്പത്തും കൈമുതലായുള്ള വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ വികസനത്തിന്റെയും സുതാര്യതയുടെയും പുതിയൊരു ഭരണയുഗത്തിനാണ് ഇവിടെ തുടക്കമാകുന്നത്. കേരളത്തിന്റെ വികസന കുതിപ്പിന് കരുത്തു പകരാൻ ധനകാര്യം, തുറമുഖം തുടങ്ങിയ സുപ്രധാന വകുപ്പുകളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ജനങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും കാവലാകാൻ അനുഭവസമ്പന്നനായ നേതാവ് കെ മുരളീധരൻ ആരോഗ്യവകുപ്പിന്റെ അമരത്തെത്തുന്നു. മുന്നണിയിലെ പ്രധാന കക്ഷികളായിട്ടുള്ള മുസ്ലിം ലീഗിൽ നിന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള കരുത്തരും കേരള കോൺഗ്രസ്, ജോസഫ്, ആർ.എസ്.പി. തുടങ്ങിയ ഘടകകക്ഷികളും ചേർന്നതോടെ ജനകീയവും ശക്തവുമായിട്ടുള്ള ഒരു മന്ത്രിസഭയ്ക്കാണ് അന്തിമ രൂപമാകുന്നത്. വകുപ്പ് വിഭജന ചർച്ചകൾ പൂർത്തിയായിരിക്കെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് വി.ഡി. സതീശൻ മന്ത്രിസഭ ഉടൻ തന്നെ അധികാരത്തിലേറും. കേരളത്തിന്റെ വികസന കുതിപ്പിന് കരുത്തു പകരുകയാണ് ഇതോടെ. വി.ഡി. സതീശൻ വരുമ്പോൾ 10 വർഷമായിട്ട് ജനങ്ങൾ അനുഭവിച്ചിരുന്ന മിക്ക കാര്യങ്ങളും മാറുമെന്നാണ് പറയുന്നത്. എന്നാൽ അത് മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളിലെ സർക്കാർ തുടങ്ങിവെച്ച കാര്യങ്ങൾ അത് നിർത്തലാക്കില്ല എന്നും അത് തുടർന്ന് ചെയ്യുമെന്നും വി.ഡി. സതീശൻ പറയുന്നുണ്ട്. തുടർ സ്ഥാനങ്ങൾ ഇങ്ങനെയാണ്: ആഭ്യന്തര വിജിലൻസ് വകുപ്പുകളുടെ ചുമതലയുമായിട്ട് രമേശ് ചെന്നിത്തലയും റവന്യൂ വകുപ്പിന്റെ കരുത്തുറ്റ നേതൃത്വവുമായിട്ട് കെ.പി.സി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫും മന്ത്രിസഭയുടെ മുന്നണി പോരാളികളാകും. നിയമസഭയിലെ പരിചയ സമ്പത്തുമായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പുതുതലമുറയുടെ ആവേശമായിട്ട് ചാണ്ടി ഉമ്മൻ, പി.സി. വിഷ്ണുനാഥ്, എം. ലിജു, ടി. സിദ്ദിഖ് എന്നിവരും കോൺഗ്രസ് നിരയിൽ നിന്നും ഈ മന്ത്രിസഭയ്ക്ക് ഊർജ്ജം പകരുമ്പോൾ വനിതാ പ്രാതിനിധ്യവുമായിട്ട് ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും അണിനിരക്കും. ഭരണമുന്നണിയിലെ പ്രധാന കരുത്തരായ മുസ്ലിം ലീഗിൽ നിന്നും 5 മന്ത്രിമാരാണ് ഈ സർക്കാരിന് കരുത്താകുന്നത്. വ്യവസായ, ഐ.ടി. വകുപ്പുകളുടെ ചുമതലയുമായിട്ട് പി.കെ. കുഞ്ഞാലിക്കുട്ടി വീണ്ടും എത്തുമ്പോൾ ജനകീയ നേതാക്കളായ കെ.എം. ഷാജി, എം. ഷംസുദ്ദീൻ, പാറയ്ക്കൽ അബ്ദുള്ള, പി.കെ. ബഷീർ എന്നിവർ ലീഗിന്റെ മന്ത്രിമാരായിട്ട് നാടിന്റെ വികസനത്തിന് ചുക്കാൻ പിടിക്കും. മുന്നണിയിലെ മറ്റ് പ്രധാന ഘടകകക്ഷികളിൽ നിന്ന് കേരള കോൺഗ്രസ് ജോസഫ് പ്രതിനിധിയായിട്ട് മോൻസ് ജോസഫും, കേരള കോൺഗ്രസ് ജേക്കബ് നേതാവ് അനൂപ് ജേക്കബും, ആർ.എസ്.പിയിൽ നിന്ന് ഷിബു ബേബി ജോണും മന്ത്രിസഭയിലേക്ക് എത്തും. CMPയുടെ CP ജോണും ജനകീയ അടിത്തറയുള്ള മാണി സി കാപ്പനും കൂടി ചേർന്നതോടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായിട്ട് പാലിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഏറ്റവും ശക്തവും സുതാര്യവുമായിട്ടുള്ള ഒരു മന്ത്രിസഭയ്ക്കാണ് കേരളത്തിൽ അന്തിമ രൂപം നൽകുന്നത്. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുന്നത്. 10,000-ഓളം പേർക്ക് ഇരിക്കാവുന്ന വൻ സജ്ജീകരണങ്ങളാണ് സ്റ്റേഡിയത്തിൽ ഒരുക്കിയത്. 1,00,000-ഓളം ജനങ്ങൾ ചടങ്ങിനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കും. തമിഴ്നാട്ടിൽ അടുത്തിടെ അധികാരം നേടിയ ടി.വി.കെ. നേതാവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്നിവരുൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ നേതാക്കൾക്ക് പ്രത്യേക ക്ഷണമുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സാംസ്കാരിക, ചലച്ചിത്ര മേഖലകളിലെ പ്രമുഖർ എന്നിവരും ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. എന്തായാലും വീണ്ടും 10 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ യു.ഡി.എഫ് അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. ഈ പ്രതീക്ഷകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് വി.ഡി. സതീശൻ രംഗത്തിറങ്ങുന്നത്. എന്തായാലും വി.ഡി. സതീശന്റെ നിലപാടുകളും എപ്പോഴും വ്യത്യസ്തമാണ്. എന്തായാലും CPM-നോടുള്ള വി.ഡി. സതീശന്റെ നിലപാട് കടുത്ത രാഷ്ട്രീയം, വിയോജിപ്പിലൂന്നിയതും എന്നാൽ ജനാധിപത്യ മര്യാദകൾ കാത്തുസൂക്ഷിക്കുന്നതുമാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന കാലം മുതൽക്കേ CPM-ന്റെ ഭരണപരാജയങ്ങളെയും അഴിമതികളെയും ശക്തമായിട്ട് കടന്നാക്രമിച്ച അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുമ്പോഴും തന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നതിന് മുന്നോടിയായിട്ട് വി.ഡി. സതീശൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ വസതിയിൽ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള ശത്രുതകൾക്കപ്പുറം ജനാധിപത്യപരമായിട്ടുള്ള മര്യാദകൾ പാലിക്കണമെന്ന സന്ദേശമാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ വി.ഡി. സതീശൻ ജനങ്ങൾക്ക് നൽകുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നുചേർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം വ്യക്തമാക്കുന്നു. സഭയിൽ പ്രതിപക്ഷ നേതാവായിട്ട് വരാൻ സാധ്യതയുള്ള പിണറായി വിജയന്റെയും LDF-ന്റെയും ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്യുമെന്ന നിലപാടിലാണ് പുതിയ സർക്കാരുള്ളത്. ഒരു ഘട്ടത്തിൽ അടിത്തറ ഇളകിപ്പോയ UDF എന്ന വലിയ പ്രസ്ഥാനത്തെ കഴിഞ്ഞ 5 വർഷക്കാലം നിയമസഭയ്ക്കുള്ളിലും പുറത്തും ഒറ്റയാൽ പട്ടാളത്തെ പോലെ നയിച്ച പടനായകനാണ് വി.ഡി. സതീശൻ. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കടുത്ത വെല്ലുവിളികളെയും രാഷ്ട്രീയ വേട്ടയാടലുകളെയും അതിജീവിച്ചാണ് അദ്ദേഹം ഈ ഒരു പദവിയിലേക്ക് കടന്നു കയറിയത്.
പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ ഭീമന്റെ 10 വർഷത്തെ ഭരണകോട്ടകളെ തന്റെ കൃത്യമായിട്ടുള്ള പഠനവും മൂർച്ചയുള്ള വാക്കുകളും കൊണ്ട് തകർത്തുകൊണ്ടാണ് ഈ വിജയം അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പദവി വി ഡി സതീശൻ എന്ന വ്യക്തിക്ക് ഏറെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത രാഷ്ട്രീയ വിജയത്തിന്റെ തിളക്കമുള്ള കിരീടം കൂടിയാണ്. എന്തായാലും അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ ചില പടലപ്പിണക്കങ്ങളും ചരടുവലികളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ വി ഡി സതീശന്റെ മുന്നിൽ വില പോകില്ല എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു അതൃപ്തി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെയാണ്. മുഖ്യമന്ത്രി പദവി ലഭിക്കാത്തതിലുള്ള അതൃപ്തിക്ക് പുറമെ തന്റെ ഗ്രൂപ്പിൽപ്പെട്ട അൻവർ സാദത്തിനും മന്ത്രിസ്ഥാനം നൽകണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യത്തിൽ ഇനിയും അന്തിമ തീരുമാനമായിട്ടില്ല. രണ്ടാമത്തെ വിയോജിപ്പ് എന്ന് പറയുന്നത് മാണി സി കാപ്പന്റെയാണ്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവുമായിട്ട് മന്ത്രിസ്ഥാനം 2.5 വർഷം വീതം പങ്കിടണമെന്ന് ടേം വ്യവസ്ഥ UDF നിർദ്ദേശം അദ്ദേഹം പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു. 5 വർഷവും തനിക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന നിലപാടിലാണ് അദ്ദേഹം. അടുത്തത് കേരള കോൺഗ്രസ് ജോസഫാണ്. കടുംപിടുത്തമാണ് അവിടെയുമുള്ളത്. 2 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന അവർ ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വെപ്പ് പദ്ധതിയും നൽകാമെന്ന കോൺഗ്രസിന്റെ ഫോർമുല അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അടുത്തത് RSPയുടെ അതൃപ്തിയാണ്. UDF വാഗ്ദാനം ചെയ്ത സിവിൽ സപ്ലൈസ് വകുപ്പ് നിരസിച്ച RSP തങ്ങൾക്ക് വൈദ്യുതിയോ ടൂറിസമോ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ഈ ഒരു അതൃപ്തികളെല്ലാം പരിഹരിച്ച് മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളിയായിട്ട് മാറുമോ എന്നതാണ് നോക്കിക്കാണുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് UDF അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ പിണക്കങ്ങളുടെ പേരിൽ ഭരണം വഷളാക്കാൻ ഒരു ഘടകകക്ഷിയും ആഗ്രഹിക്കുന്നില്ല. തുടക്കത്തിലുള്ള ഈ ഒരു വിലപേശലുകൾ വകുപ്പുകൾക്ക് വേണ്ടിയുള്ളത് മാത്രമാണ്. മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ അത് ബാധിക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വി ഡി സതീശനോടുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യവും പിന്തുണയും വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരുകൾ ഒരു പരിധിക്കപ്പുറം വളരാൻ ഹൈക്കമാൻഡ് അനുവദിക്കില്ല. എല്ലാവരും ഹൈക്കമാൻഡ് തീരുമാനത്തിന് വഴങ്ങേണ്ടി വരും എന്നതാണ് മറ്റൊരു കാര്യം. പുറമേക്ക് വലിയ തർക്കങ്ങളായിട്ട് തോന്നാമെങ്കിലും വി ഡി സതീശന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയും ഹൈക്കമാൻഡിന്റെ ശക്തമായിട്ടുള്ള പിന്തുണയും ഉള്ളതിനാൽ ഇതൊന്നും തന്നെ വലിയ പ്രതിസന്ധിയാകാൻ വഴിയില്ല. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് മുന്നണിയിലെ വലിയ തർക്കങ്ങൾക്ക് പോലും വളരെ ശാന്തമായിട്ട് പരിഹരിച്ച പരിചയം അദ്ദേഹത്തിനുണ്ട്. ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള നല്ല ബന്ധം സൂക്ഷിക്കുന്നതിനാൽ തന്നെ ചർച്ചകളിലൂടെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വി ഡി സതീശന് സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും കേരളത്തിലേക്ക് വീണ്ടും UDF അധികാരത്തിൽ വരുമ്പോൾ പുതിയ മുഖമാണ് കാണുന്നത്. ആ പുതിയ മുഖത്തിൽ കേരളത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ നടക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും ഭരണം എന്നുള്ളത് നോക്കിക്കാണാം.